Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച റീഡ് അതേപോലെ എക്കോ കമൻറ്റ് വെച്ചിട്ട് ഇത് ഫസ്റ്റത്തെ പ്രോഗ്രാം പറഞ്ഞാൽ നമ്മൾ ആദ്യക്ക് ഡിസ്പ്ലേയിൽ ഇത് പ്രിന്റ് ആവണം. വെൽക്കം ടു ദി യൂസർ ഇൻഫോ സ്ക്രിപ്റ്റ് പ്രിന്റ് ആവണം. അതിനുശേഷം നമ്മളോട് യൂസറിനോട് ചോദിക്കണം എന്താണ് നിങ്ങളുടെ പേര്, പ്ലീസ് എൻ്റർ യുവർ നെയിം. അതായത് പേര് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ചോദിക്കണം എൻ്റർ യുവർ ഏജ് എത്രയാണെന്ന് ചോദിക്കണം. അതിനുശേഷം വിച്ച് സിറ്റി ഡു യു ലീവ് ഇൻ, അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ 3 തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഏറ്റവും അവസാനം ഹലോ, അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത പേര് പ്രിന്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത ഏജ് പ്രിന്റ് ചെയ്യണം. ആൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത പ്ലേസും പ്രിന്റ് ചെയ്യണം. ആ ഒരു പ്രോഗ്രാമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഒരു ഡോട്ട് എസ്എച്ച് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒന്നെങ്കിൽ നാനോ അല്ലെങ്കിൽ വിം എഡിറ്റർ വെച്ചിട്ട് ഓപ്പൺ ആക്കുക. ഫയൽ ഡോട്ട് എസ്എച്ച് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഷെബാങ് ക്യാരക്ടർ ആദ്യം പ്രിന്റ് ചെയ്യുക, പിൻ ബാഷ്. അതിനുശേഷം നമ്മൾ ആദ്യം എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, എക്കോയ്ക്ക് ശേഷം പ്രിന്റ് ചെയ്യേണ്ടത് വെൽക്കം ടു യൂസർ സ്ക്രിപ്റ്റ്. അത് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ Ctrl+Shift+V ആണ് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ അത് ആദ്യം പ്രിന്റ് ആയി. അതിനുശേഷം എന്താണ് വേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും നോക്കുക, പ്ലീസ് എൻ്റർ യുവർ നെയിം, അതും പ്രിന്റ് ആവണം. അപ്പൊ വീണ്ടും നമുക്ക് എക്കോ ടൈപ്പ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് പ്രോഗ്രാം എഴുതാം. പ്ലീസ് എൻ്റർ യുവർ നെയിം, Ctrl+C ടൈപ്പ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ Ctrl+Shift+V ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു സ്പേസ് കൊടുക്കുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ നമ്മൾ പേര് ടൈപ്പ് ചെയ്യും. ആ ടൈപ്പ് ചെയ്യുന്ന പേര് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് നമ്മൾ റീഡ് കമന്റ് ആണ് യൂസ് ചെയ്യുക. അതായത് റീഡ് കമന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യണത് സ്റ്റോർ ചെയ്യുന്നത് ഒരു നെയിമിലേക്ക് സ്റ്റോർ ചെയ്യണം. റീഡ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം നെയിം ടൈപ്പ് ചെയ്യുക. നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ നെയിമിലേക്ക് ഇപ്പൊ ടൈപ്പിന് സ്റ്റോർ ചെയ്തു. ഇനി വീണ്ടും എക്കോ കമന്റ് യൂസ് ചെയ്തു. അതിനുശേഷം എന്താ ടൈപ്പ് ചെയ്യണത്, ഈ ടൈപ്പ് ചെയ്യണത് എന്താ, എൻ്റർ യുവർ ഏജ് എത്രയാണ് അത് ടൈപ്പ് ചെയ്യുക. നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. വീണ്ടും റീഡ് കമന്റ് ഏജ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എക്കോ ACHO. നമ്മൾ മുന്നത്തെ എക്കോട്ടെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാ, അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഇനി എന്താ ടൈപ്പ് ചെയ്യണത്, എന്താ, നമ്മൾ ഏജ് ടൈപ്പ് ചെയ്തത് ഏജ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു റീഡ് കമന്റ് യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണത്, വിച്ച് സിറ്റി ഡു യു ലീവ് ഇൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കുക, വിച്ച് സിറ്റി ഡു യു ലീവ് ഇൻ, അതും കൂടി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതും കൂടി സേവ് ചെയ്യണം. അത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യണതിനാണ് റീഡ് കമന്റ് യൂസ് ചെയ്യുന്നത്. റീഡ് കമന്റ് യൂസ് ചെയ്തിട്ട് സിറ്റി അല്ലേ, അപ്പൊ ജസ്റ്റ് സിറ്റി കൊണ്ടുവരുന്ന വേരിയബിൾ കൊടുത്തു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, അതിനുശേഷം ഹലോ വിനായക്, യു ആർ 25 years old ആൻഡ് ലീവ് ഇൻ കൊച്ചി. ഞാൻ ജസ്റ്റ് ഇത് മൊത്തത്തിലായിട്ട് കോപ്പി ചെയ്യണം. അതിനുശേഷം ഇവിടേക്ക് ഞാൻ കൊടുക്കണം. അതായത് എക്കോ കമന്റ് യൂസ് ചെയ്തു. അതിനുശേഷം -E എസ്കേപ്പ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനുശേഷം Ctrl+Shift+V ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ജസ്റ്റ് സ്ലാഷൻ പ്രൊവൈഡ് ചെയ്ത ന്യൂ ലൈൻ കിട്ടും. ഇവിടെ വിനായകൻ എന്നാണ് പ്രിന്റ് ആവുന്നത്. വിനായകൻ പ്രിന്റ് ആവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വിനായകൻ അല്ല ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടത്തിന്റെ ആൻസർ വിനായകൻ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇവിടത്തിന്റെ ആൻസർ 25, ഇവിടെ കൊച്ചി. ഇത് 3 വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തത് നമ്മൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വിനായകൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ വിനായകന് പകരം നമ്മൾ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, $സിമ്പിൾ. ആ വിനായകൻ എന്ന പേരിന് നെയിമാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക. ഈ 25ന്റെ അവിടെ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, $ഏജ് ആണ് നമ്മൾ വേരിയബിൾ, അതാണ് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. ഈ ഒരു കൊച്ചിക്ക് പകരം നമ്മൾ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് കൊച്ചിക്ക് എന്താ സിറ്റി എന്നാണ് കൊടുക്കുന്നത്, സിറ്റി. ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഈ വിനായകന്റെ അവിടെ $നെയിം എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആ വിനായകന്റെ അവിടെ എന്താ ചെയ്യേണ്ടത്, $നെയിം കൊടുത്തു. അതിനുശേഷം യു ആർ 25ന്റെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏജ് ആണ് വേണ്ടത്. 25ന്റെ അവിടെ നമ്മൾ ഏത് വേരിയബിളിലെ ഏജ് സ്റ്റോർ ചെയ്യുന്നത്, ഏജ് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോ ഏജ് എന്ന വേരിയബിൾ യൂസ് ചെയ്യാം. അതിനുശേഷം സിറ്റി, ലീവ് ഇൻ കൊച്ചിക്ക് പകരം നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്, കൊച്ചി എന്നത് നമ്മൾ സിറ്റി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ സിറ്റിക്ക് മുന്നേ ഡോളർ കൊടുക്കുക. അതിനുശേഷം സിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്തുട്ടാ ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. ഇപ്പൊ കണ്ട നമ്മൾ ടൈപ്പ് ചെയ്തത് മൊത്തം വന്നു. ഇനി ഇത് ജസ്റ്റ് സേവ് ചെയ്യണമെങ്കിൽ
റൈറ്റ് ഔട്ട് കൺട്രോൾ ഓൺ നിൽക്കുക, സെയിം ഫയലിലേക്കാണ് സേവ് ചെയ്യുന്നത്. ഫയൽ ഡോട്ട് എസ് എച്ച് ജസ്റ്റ് എൻ്റർ അടിക്കുക അവിടെ. അതിനുശേഷം എക്സിറ്റിന് കൺട്രോൾ എക്സ് ടൈപ്പ് ചെയ്യുക. ഞാൻ ആ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ ബാഷ് ഫയൽ ഡോട്ട് എക്സ് എച്ച് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു ദി യൂസർ ഇൻഫോ ഇൻ സ്ക്രിപ്റ്റ് പ്ലീസ് എൻ്റർ യുവർ നെയിം കണ്ട ഫസ്റ്റത്തെ 2 ലൈൻ പ്രിന്റ് ആയി. അതിനുശേഷം എന്താ നമ്മുടെ പേര് വിനായക് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റെ യുവർ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 25 ടൈപ്പ് ചെയ്തു, അടിച്ചു. കൊച്ചി ഏത് സ്ഥലമാണ് വേണ്ടത്, ഞാൻ കൊച്ചിൻ ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. കണ്ട ഹലോ വിനായക് യു ആർ 25 years old ആൻഡ് ലീവ് ഇൻ കൊച്ചി. കറക്റ്റ് എക്സാക്ട് ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റീഡ് ആൻഡ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മളത് അതായത് ആദ്യം നെയിം ചോദിച്ചു, നെയിം ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ വിനായകൻ എന്നുള്ളത് നമ്മൾ നെയിം എന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്തത്. പിന്നെ നമ്മൾ എൻ്റർ യുവർ ഏജ് അത് 25 ടൈപ്പ് ചെയ്തു. ഈ 25 എന്നുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഏജ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ സിറ്റി ടൈപ്പ് ചെയ്തു. സിറ്റി ടൈപ്പ് ചെയ്യുന്നത് നമ്മളൊരു ഏജ് സിറ്റി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ ഈ വിനായകന്റെ അവിടെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുമ്പോൾ എക്കോടെ അവിടെ എന്താ കൊടുക്കേണ്ടത്, എക്കോടെ അകത്ത് ഡോളർ നെയിം കൊടുത്തു, ഡോളർ സിറ്റി കൊടുത്തു, ഡോളർ ഏജ് കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് സിമ്പിൾ പ്രോഗ്രാം. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇതിൽ എനിക്ക് ആദ്യം വെൽക്കം ലെറ്റ്സ് കളക്ട് യുവർ ലോഗിൻ ഇൻഫോ അത് പ്രിന്റ് ചെയ്യിക്കണം. അതിനുശേഷം എൻ്റർ യുവർ യൂസർ നെയിം ആൻഡ് ഇമെയിൽ. അപ്പൊ നമ്മൾ കീബോർഡിൽ നമ്മുടെ യൂസർ നെയിമും ഇമെയിലും ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ രാമു gmail.com ടൈപ്പ് ചെയ്താൽ അത് ഈ യൂസർ നെയിമിലേക്ക് രാമു സ്റ്റോർ ചെയ്യണം. ഇമെയിൽ എന്ന വേരിയബിളിലേക്ക് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ, അതായത് യൂസർ നെയിമും ഇമെയിലും സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്തായാലും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എൻ്റർ യുവർ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വിസിബിൾ ആവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത യൂസർ നെയിം രാമു ഇമെയിൽ പിന്നെ പാസ്വേഡ് ഹിഡൻ ഫോർ സെക്യൂരിറ്റി ഇത് പ്രിന്റ് ചെയ്യണം. ഈ പ്രോഗ്രാം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാണ്. നാനോ ന്യൂ ഫയൽ ഡോട്ട് എസ് എച്ച് അതിൽ ആദ്യക്ക് ഷെബാങ് ക്യാരക്ടർ കൊടുത്തു. അതിനുശേഷം എക്കോ -e എസ്കേപ്പ് ക്യാരക്ടർ കൊടുത്തു. എസ്കേപ്പ് ക്യാരക്ടർ കൊടുത്തത് ഈ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യക്ക് വെൽക്കം ലെറ്റ്സ് കളക്ട് യുവർ ലോഗിൻ ഇൻഫർമേഷൻ ആ ഒരു ലൈൻ പ്രിന്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും എൻ്റർ യുവർ യൂസർ നെയിം ആൻഡ് ഇമെയിൽ അതും പ്രിന്റ് ചെയ്യണം. അപ്പൊ അതും കൂടി ഞാൻ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം യൂസർ നെയിം ഇമെയിൽ ഈ 2 വേരിയബിളിലേക്ക് ഞാൻ കീബോർഡ് ടൈപ്പ് ചെയ്യണത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾ കൊടുത്തു. അത് കീബോർഡ് ടൈപ്പ് ചെയ്യുന്നത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അവിടെ 2 വേരിയബിൾ കൊടുത്തു. എന്തുകൊണ്ടാണ് 2 വേരിയബിൾ അറ്റ് ടൈമാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. യൂസർ നെയിമിലേക്ക് നെയിമും സ്റ്റോർ ചെയ്യും, ഇമെയിലേക്ക് ഇമെയിലും സ്റ്റോർ ചെയ്യും. അതിനുശേഷം എക്കോ എൻ്റർ യുവർ പാസ്വേഡ് അടുത്ത ലൈനിൽ എക്കോ എൻ്റർ യുവർ പാസ്വേഡ്. അതിനുശേഷം പാസ്വേഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് കൊണ്ടുള്ള ഒരു വേരിയബിൾ കൊടുത്തു. പക്ഷെ ഇവിടെ -p കൊണ്ടുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തു. -p അല്ല കേട്ടോ, -s ആണ് നമ്മൾ കൊടുക്കുക. കാരണം പാസ്വേഡ് കൊടുത്ത് കാണാൻ പാടില്ല. അപ്പൊ -s കൊണ്ടുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത് റീഡ് കമന്റിൽ. പിന്നെ എക്കോ കമന്റിൽ -e യൂസർ നെയിം അത് എസ്കേപ്പ് ക്യാരക്ടർ കൊടുക്കുന്നത് ഇവിടെ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം യൂസർ നെയിം പിന്നെ യൂസർ നെയിം വേരിയബിൾ നമ്മൾ യൂസർ നെയിം സ്റ്റോർ ചെയ്തു. അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോളർ സിമ്പിൾ കൊടുത്തു. പിന്നെ ഇമെയിൽ നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോളർ ഇമെയിൽ കൊടുത്തു. ഡോളർ എന്ന് കൊടുക്കുന്നത് ഒരു വേരിയബിളിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എക്കോ കമന്റിന്റെ അകത്ത് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ആ വേരിയബിളിന്റെ നെയിമിന്റെ തൊട്ട് മുന്നേ ഡോളർ കൊടുക്കണം. അപ്പൊ ഈ ഒരു യൂസർ നെയിമിന്റെ അവിടെ നമ്മൾ കീബോർഡിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ ടൈപ്പ് ചെയ്യുന്നത് നമ്മളവിടെ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ആ യൂസർ നെയിം എന്ന വേരിയബിളിന്റെ തൊട്ട് മുന്നേ ഡോളർ ടൈപ്പ് ചെയ്തു. അതേപോലെ ഇമെയിൽ എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇമെയിൽ എന്ന വേരിയബിളിന് മുന്നേ ഡോളർ കൊടുത്തു. ഇത് സേവ് ചെയ്യാൻ ജസ്റ്റ് കൺട്രോൾ O അടിക്കുക, സെയിം ഫയൽ ആയതുകൊണ്ട് എൻ്റർ അടിക്കുക, കൺട്രോൾ X അടിക്കുക. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ബാഷ് ന്യൂ ഫയൽ ഡോട്ട് എസ് എച്ച് അടിക്കുക. ആദ്യക്ക് നെയിം അടിക്കുക, നെയിം രാമു. അതിനുശേഷം ഇമെയിൽ അടിക്കുക രാമു @gmail.com അടിച്ചു. അതിനുശേഷം എൻ്റർ അടിക്കുക. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണില്ല. ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ അടിക്കുക. അപ്പൊ യൂസർ നെയിം ടൈപ്പ് ചെയ്തത് രാമു, ഇമെയിൽ രാമു @gmail.com, പാസ്വേഡ് ഹിഡൻ ഫോർ സെക്യൂരിറ്റി. കണ്ടോ, ആ ഒരു പ്രോഗ്രാം അങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഇതാണ് വേറൊരു എക്സാമ്പിൾ.